കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 5-ാം അധ്യായം 20-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് പാപമോചനവും രക്ഷയും പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവമായ കർത്താവിന്റെ അടുക്കൽ നാം ചെല്ലേണ്ടതുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും ഉണ്ട്. ഒരു മനുഷ്യന്റെ നന്മയുടെ വാതിൽ തുറക്കപ്പെടുന്നതും അവന്റെ പാപങ്ങളെ കഴുകി രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതും സർവശക്തനായ കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ അതിശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിലനിൽക്കുവാൻ തക്കവിധം ഈ നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ തിരുരക്തത്താൽ ഇന്ന് എന്നെ കോട്ട കെട്ടി മറയ്ക്കണമേ. കർത്താവായ യേശു എന്ന ദൈവത്തെ ഞാനിതാ വസ്ത്രമായി അണിയുന്നു. അവിടുത്തെ സംരക്ഷണത്തിനായി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ആമേൻ. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. ഹല്ലേലൂയ. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. തീയുടെ ജ്വാലയ്ക്കുള്ളിൽ ഞാൻ ഇടറി വീണുപോയാലും, ജീവിത പ്രതിസന്ധിയിൽ ഞാൻ തളർന്നു പോയാലും, നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എന്നെ വഹിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. അവിടുന്ന് എന്നെ സഹായിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പറയാം: എന്റെ യേശുവിന്റെ തിരുരക്തം ഇന്ന് എന്നെ മറയ്ക്കും, എന്നെ സംരക്ഷിക്കും. ജ്വാലയ്ക്കുള്ളിൽ ഞാൻ ഇടറിയാലും എന്നെ വഹിക്കുന്ന കർത്തനവൻ. ആമേൻ. തീജ്വാലയ്ക്കുള്ളിൽ ഞാൻ ഇടറിയാലും എന്നെ വഹിക്കുന്ന കർത്തനവൻ. സർവലോകത്തെയും സൃഷ്ടിച്ചവൻ യേശു എന്ന വലിയ നാമം. ആമേൻ. ഹല്ലേലൂയ. സർവലോകത്തെയും സൃഷ്ടിച്ചവൻ യേശു എന്ന വലിയ നാമം. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. നമ്മുടെ രോഗങ്ങളിൽ നമുക്ക് സൗഖ്യം നൽകുന്ന കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രോഗത്തെയും പാപത്തെയും അവിടുത്തെ പരിശുദ്ധമായ തിരുരക്തത്താൽ കഴുകി ഇന്ന് നമുക്ക് വിശുദ്ധരാകാം. കർത്താവായ യേശുവിനോട് ഈ നിമിഷം നമ്മുടെ സകല ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുന്ന് വിജയം നൽകുന്ന ദൈവം. രോഗത്തെയും എൻ പാപത്തെയും തിരുരക്തത്താൽ കഴുകിയവൻ. ഓ എന്റെ യേശുവേ, എൻ രോഗത്തെയും എൻ പാപത്തെയും തിരുരക്തത്താൽ കഴുകിയവൻ. സർവശത്രുവിന്മേൽ ജയം നേടിയവൻ ബുദ്ധിതൻ യേശുനാഥൻ. ആമേൻ. ഹല്ലേലൂയ. സർവശത്രുവിന്മേൽ ജയം നേടിയവൻ ബുദ്ധിതൻ യേശുനാഥൻ.
രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. ശത്രു എന്നിൽ ബലപ്പെടില്ല. ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ശത്രു എന്നിൽ ബലപ്പെടില്ല. ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ശത്രു എന്നിൽ ബലപ്പെടില്ല. ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ശത്രു എന്നിൽ ബലപ്പെടില്ല. കർത്താവായ യേശുവിന്റെ അമൂല്യമായ തിരുരക്തത്തിന്റെ സംരക്ഷണവും അനുഗ്രഹവും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.